ഒരുപക്ഷെ ഈ വർഷത്തെ CBSE റിസൾട്ടിൽ എന്തായിരിക്കും സംഭവിച്ചത്? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പേരൻസിൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട ഒരു സമയമാണിത്. ദിവസം CBSE റിസൾട്ട് വന്ന ഉടനെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ. ആ വീഡിയോ താഴെ വന്ന കമൻസ്, ആ കമൻസാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിക്കുന്നത്. കുട്ടികളുടെ കമൻസ്, പാരൻസിൻ്റെ കമൻസ്, പാരൻസൊക്കെ അത്രയും കമൻസ്, അത്രയും അത് അവർക്ക് എഴുതി തീർക്കാൻ പറ്റാത്ത അത്രയും വിഷമങ്ങളാണ് അവരെന്ത് ചെയ്യുന്നത് പറയുന്നത്. എനിക്കറിയാത്ത കുട്ടികളാണ് എന്നെ വിളിക്കുന്നത്, എനിക്കൊരു പരിചയമില്ലാത്ത കുട്ടികൾ വിളിച്ച് കരയുക, സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത മാർക്കല്ല ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത മാർക്കല്ല, ഞങ്ങളെ ഭാവി തന്നെ ഇല്ലാതായി പോകുന്നു. കാരണം ഒരുപാട് പ്രതീക്ഷിച്ചാണ് ഞാൻ എക്സാം എഴുതിയത്, പക്ഷേ എനിക്കൊന്നും ആവാൻ പറ്റില്ലല്ലോ ഇനി പറഞ്ഞുകൊണ്ടുള്ള കരച്ചിൽ. ആ ഒരു സംഭവം ഒരിക്കലും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ, അതിനുവേണ്ടി അവർക്ക് വേണ്ടി പാരൻസിനോട് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കറിയുന്നൊരു കുട്ടിയുടെ അവസ്ഥ, ഞാൻ CBSEയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ പറയാം. ആ കുട്ടി 9th ഒരു ആവറേജ് കുട്ടിയായിരുന്നു, ആവറേജ് അവനൊരു 60 to 70% മാർക്ക് നോർമലി വാങ്ങുന്നൊരു കുട്ടി. അവൻ 10th എത്തിയപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഹാർഡ് വർക്ക് ചെയ്ത് അവൻ മിഡ് ടേമിന് അവൻ ഏകദേശം 90% മാർക്ക് വാങ്ങി. തീർച്ചയായിട്ടും അവനെന്ത് ചെയ്യുക, അവന് ബോർഡ് എക്സാമിന് 100% തന്നെ എക്സ്പെക്റ്റ് ചെയ്യും. അവൻ എക്സ്പെക്റ്റ് ചെയ്ത് പഠിച്ച കുട്ടിയാണ്, അവൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത കുട്ടിയാണ്. അവന് ബോർഡ് എക്സാം റിസൾട്ട് വന്നപ്പോൾ 65%. ആ കുട്ടി തകർന്നു പോയി. കുട്ടി കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വന്നു. അപ്പം പറയാനുള്ളത്, ഒരിക്കലും എന്ത് ചെയ്ത് ആ കുട്ടിക്ക് ഒരു പക്ഷേ നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പാരൻസിൻ്റെ സപ്പോർട്ട് വേണ്ട ഒരു നിമിഷമാണ്. അവരറിയാത്ത തെറ്റിന് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവരറിയാത്ത ആരോ ചെയ്തൊരു തെറ്റിന് അവരെന്ത് ചെയ്യുക, ഉത്തരവാദികളാക്കരുത്. ഒരിക്കലും അവരെ ബ്ലെയിം ചെയ്യരുത്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട ഒരു സമയമാണ്. കാരണം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടായിരിക്കും കുട്ടികൾ പഠിച്ചത്. ഒരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം, അങ്ങനെ ഒരുപാട് ഓരോ കുട്ടിക്കും ഓരോ ആംബിഷൻ ഉണ്ട്. ഈ ആംബിഷന് വേണ്ടി അവൻ ഹാർഡ് വർക്ക് ചെയ്തു. അവൻ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി അവന് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു. പക്ഷേ ആരോ ചെയ്ത തെറ്റിന് അവനെന്ത് ചെയ്യുക, അവൻ്റെ മാർക്ക് കുറഞ്ഞു. അവനൊരിക്കലും ബ്ലെയിം ചെയ്യരുത്. അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ കൂട്ടിച്ചേർത്ത് പിടിക്കുക. അതുപോലെ നമ്മൾ റീവാലുവേഷന് നമുക്ക് ഓപ്ഷൻ ഉണ്ട്, റീവാലുവേഷന് വരും. റീവാലുവേഷന് വന്നു കഴിഞ്ഞാൽ റീവാലുവേഷൻ നമുക്ക് കൊടുക്കാം, നമുക്ക് ഫോട്ടോ കോപ്പി എടുക്കാം. അവൻ ചെയ്ത പേപ്പർ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷൻ കൊടുക്കാം. അതുപോലെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10th റിസൾട്ട് എല്ലാമാണെന്ന് കരുതരുത്. എല്ലാമായി എന്ന് 10th റിസൾട്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ 10th ഒരു 10% മാർക്ക് കുറഞ്ഞത് പോയതുകൊണ്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതരുത്. 10th അല്ല, 12th തന്നെയാണ് നമ്മൾ എങ്ങോട്ട് പോകണം തീരുമാനിക്കുന്നത്. 12th തന്നെയാണ്. 10th എന്ന് പറഞ്ഞാൽ നമുക്ക് 11th 12th ഒരു എൻട്രിയാണ്. ഈ 12th നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ നിങ്ങൾ എത്തുകയും ചെയ്യും. ഇപ്പോൾ 12th നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾ പേടിക്കേണ്ട. ഹാർഡ് വർക്ക് ചെയ്ത ഒരു കുട്ടി, ഇന്ന് വരെ ഹാർഡ് വർക്ക് ചെയ്ത കുട്ടി ഒന്നും ആവാതെ പോയിട്ടില്ല. അവൻ ആഗ്രഹിച്ച സ്ഥലത്ത് അവൻ എത്തിയിട്ടുണ്ട്. 12th എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് മക്കൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് എന്തിനു കൊടുക്കാം, റീവാലുവേഷൻ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും നല്ല മാർക്കുണ്ട്, ഒരു സബ്ജക്റ്റിന് മാത്രം മാർക്ക് കുറഞ്ഞുവെങ്കിൽ മക്കൾ പേടിക്കണം. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ 80 നിങ്ങൾക്ക് 70 നിങ്ങൾക്ക് 60 ആയിക്കോട്ടെ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് 100% നിങ്ങളെ മാർക്ക് എത്തിച്ച് പാരൻസിന് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.